ഹായ്. ഹലോ ഗോകു, നിന്നെ ചെറുപ്പത്തിൽ ഏറ്റവും കൂടുതൽ പേടിപ്പിച്ചിട്ടുള്ള ഒരു സിനിമ പറയാമോ? എന്നെ ഏറ്റവും കൂടുതൽ പേടിപ്പിച്ച സിനിമ എന്ന് പറഞ്ഞ ഒരു സിനിമ ഉണ്ട്. പക്ഷെ സിനിമയുടെ ഞാൻ പേര് പറഞ്ഞു കഴിഞ്ഞാല് ഇത് കാണുന്ന പ്രേക്ഷകരും വിചാരിക്കും, ഓ ഞങ്ങളുടെ ചെറുപ്പത്തിലും ഏറ്റവും കൂടുതൽ നമ്മ കണ്ട് പേടിച്ചൊരു സിനിമയാണ്. അതെ, ഈവിൾ ഡെഡ്. ഇപ്പത്തെ ഈവിൾ ഡെഡ് അല്ല ഞാൻ പറയുന്നത്, 1981 ഇറങ്ങിയ ആദ്യത്തെ ഈവിൾ ഡെഡ് അല്ലേ, അതാണ് എന്നെ ഏറ്റവും കൂടുതൽ. ഇന്ന് കണ്ടാലും ഞാൻ ആ സിനിമ കണ്ടാലും പേടിക്കും. എന്താണ് ഈ വേൾഡ് നിന്നെ പേടിപ്പിച്ചിട്ടുള്ളത്? ഈ പേടിപ്പിക്കൽ എന്ന് പറയുന്ന സംഭവം എന്ന് വെച്ചാൽ ഒരു പ്രേതം തന്നെ വേണമെന്നില്ല. ഇപ്പൊ അതിൽ വരുന്ന ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ആയാലും ഇപ്പൊ ശബ്ദമായാലും നമ്മ പെട്ടെന്നുള്ള നെട്ടികളുള്ള ഒരു ഇതായാലും ഇപ്പൊ ചിലപ്പോൾ മനുഷ്യൻ തന്നെ ആയിരിക്കും വന്നത്. നമ്മ ഇങ്ങനെ ബാക്ക്ഗ്രൗണ്ട് ശബ്ദം വരും, പക്ഷെ പെട്ടെന്ന് തുടങ്ങുമ്പോൾ തിരിഞ്ഞു നോക്കുമ്പോൾ പക്ഷെ അത് നമ്മ കാണുന്നവര് മനസ്സിൽ അത് നല്ല ഇമ്പാക്ട് കൊടുക്കുന്ന ഒരു സംഭവം. നമ്മളിപ്പോ സിനിമ കണ്ടു കഴിഞ്ഞാലും രാത്രി ഒന്ന് കിടക്കാൻ നേരം നമ്മൾ പെട്ടെന്ന് ഇട്ടിടിക്കൂലേ, ഈ ഒരു ആ ഒരു ഇത് ഇമേജ് നമ്മളെ മൈൻഡിലുണ്ടാവും. അതാണ് ശരിക്കും പറഞ്ഞാൽ എന്റെ ഇതില് സ്കേറി മൂവീസ്. എന്റെ അഭിപ്രായത്തിലും അത് തന്നെയാണ്. അത് തന്നെയാണ്. പക്ഷെ നമ്മുടെ മലയാള സിനിമയില് ഇങ്ങനത്തെ സ്കേറി മൂവീസ് ഉണ്ടോ? മലയാള സിനിമയിലുണ്ട്. ആ, നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് മലയാള സിനിമയിലെ 5 ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഹൊറർ മൂവീസിനെ കുറിച്ചാണ്. സോ വെൽക്കം ടു അയാം. അപ്പോ 5 പടങ്ങളാണ് നമ്മൾ പറയാൻ പോകുന്നത്. ആദ്യത്തെ പടം നീ പറഞ്ഞു. എന്റെ അടുത്ത് ഇപ്പൊ ഒരു പെട്ടെന്നൊരു മലയാളത്തില് പേടിപ്പിക്കുന്ന സിനിമ ഏതാന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ചിന്തിക്കണേയിരിക്കില്ല നീ ചിന്തിക്കുന്നത്. അതെ, പറഞ്ഞു. ആകാശഗംഗ. അതെ, ആകാശഗംഗ. അത് 1999 ഇന്നിപ്പോ നമ്മ ഏറ്റവും കൂടുതൽ കളിയാക്കുന്ന ഒരു ഡയറക്ടറാണ് വിനയൻ. ആ വിനയന്റെ സിനിമയാണത്. ആ സിനിമ ആ സമയത്തൊക്കെ നമുക്ക് കാണുമ്പോൾ ഞാൻ ഒരു 10 കൂടുതൽ തവണ ഞാൻ കണ്ടിട്ടുണ്ടാവും ആ സിനിമ. ചെറുപ്പത്തിൽ നമുക്ക് പിന്നെയും കണ്ടുകൊണ്ടിരുന്ന നമ്മളെ പേടിച്ചുകൊണ്ടിരുന്ന ഒരു സിനിമയാണ്. അതിലിപ്പോ പറഞ്ഞു കഴിഞ്ഞാൽ ആ പാട്ട് പുതുമയായി ഇപ്പോഴൊക്കെ കേട്ടായിരുന്നു നമുക്ക് ഇതൊരു ഫീലാണ്. അത് മയൂരി എന്ന് പറഞ്ഞ ആക്ട്രസ് അത് ചെയ്തു വെച്ചിരിക്കുന്നത്, ആ ഒരു ക്യാരക്ടറിനെ ചെയ്തു വെച്ചിരിക്കുന്നതും പിന്നെ ദിവ്യാവുണ്ണി ക്യാരക്ടർ ഇതായാലും നല്ല രീതിയിൽ ആ സമയത്ത് നമ്മളെ ഒരുപാട് പേടിപ്പിച്ചൊരു സിനിമയാണ്. അതിപ്പോ എന്തായാലും ഇന്നിപ്പോ കണ്ടുകഴിഞ്ഞാൽ അത്ര പേടിയില്ലെങ്കിലും നമുക്ക് ആ സിനിമ എൻജോയ് ചെയ്യാൻ പറ്റും. അങ്ങനത്തെ രീതിയിലാണ് ആ സിനിമ ചെയ്തു വെച്ചിരിക്കുന്നത്. ഇപ്പൊ സോറോന്റെ സിനിമ ഏതായിരുന്നു? ഒരു എന്റെ അടുത്ത് ചോദിച്ചാൽ ഇപ്പോ അത്ര പഴയതല്ല, പക്ഷെ നമ്മള് കൊറോണ കഴിഞ്ഞിട്ട് 2022 വന്ന സിനിമ രാഹുൽ സദാശിവൻ എന്ന് പറഞ്ഞു ഭൂതകാലം എന്ന് പറയുന്നത്. അത് ഞാൻ സംഭവം OTT ഇറങ്ങിയ സിനിമയാണ്. OTT ഇറങ്ങിയത്. കാരണം ആ സമയത്ത് തിയേറ്റർ തന്നെ ആ സമയത്ത് ഇല്ലായിരുന്നു. കോവിഡ് കഴിഞ്ഞിട്ടുള്ള സമയമായിരുന്നു. ഞാൻ ആ സമയങ്ങളിൽ ഹൊറർ സിനിമകൾ ഇപ്പൊ വേൾഡിലുള്ള സിനിമകളൊക്കെ കാണുമെങ്കിലും മലയാളത്തിൽ ഇങ്ങനെ ഒരു എണ്ണം പറഞ്ഞ ഹൊറർ സിനിമ ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. പ്രേതം എന്ന് പറഞ്ഞ കോൺസെപ്റ്റ് ഇല്ലാതെ നമുക്ക് മനുഷ്യരെ പേടിപ്പിക്കാം. അതല്ല, പ്രേതമാണ് മനുഷ്യരാണ് എങ്ങനെയാണെന്നൊന്നുമില്ല. ആ ഒരു കോൺസെപ്റ്റ് വെച്ച് നമ്മളെ പേടിപ്പിക്കുക, അതിന്റെ കോർ വെച്ച് നമ്മളെ പേടിപ്പിക്കാന്ന് ഞാൻ ആദ്യമായിട്ട് എക്സ്പീരിയൻസ് ചെയ്യുന്നത് ഭൂതകാലത്തിലാണ്. ഇതിനു മുമ്പ് കണ്ടിട്ടുള്ള എല്ലാ സിനിമകളും ഒട്ടുമിക്ക സിനിമകളും പ്രേതമായിരിക്കും. പ്രേതമോ എന്തെങ്കിലും സൂപ്പർ നാച്ചുറൽ ആയിട്ടുള്ള എന്തെങ്കിലും ആയിരിക്കും. പക്ഷെ ഇതില് നമ്മള് ക്ലൈമാക്സ് എത്തുന്ന ഒരു പ്രീ ക്ലൈമാക്സ് വരെ നമുക്ക് ഒരു എന്താ പറയാ, നമ്മുടെ ഉള്ളിൽ ജസ്റ്റ് ഒരു 1 ലൈൻ ഞാൻ പറയാം. ഒരു അമ്മയും മകനും, അവർക്കൊരു മുത്തശ്ശി ഉണ്ടാവും. മുത്തശ്ശിയുടെ മരണം തുടങ്ങിയാണ് സിനിമ തുടങ്ങുന്നത്. അപ്പൊ ഈ അമ്മ സൈക്കോളജിക്കൽ ഡിസോർഡർ ഉള്ള ഒരു അമ്മയാണ്. സൈക്കോളജിക്കൽ ഡിസോർഡർ എന്ന് പറയാൻ പറ്റില്ല, അവർക്ക് ചെറിയ ടൈപ്പ് ഓഫ് ട്രോമാസ് ഒക്കെ ഉണ്ട് അവരുടെ പാസ്റ്റിലേക്ക് വെച്ചിട്ട്. അപ്പൊ ഇവർ രണ്ടുപേരും, മകനാണെങ്കിലും ഡിപ്രഷൻ എന്നുള്ള ഒരു മോഡിൽ ഇരിക്കുന്ന ഇതിലാണ് ഇരിക്കുന്നത് പുള്ളി. അപ്പൊ ഇവർ രണ്ടുപേരും തമ്മിലുള്ള ഒരു എന്താ പറയാ കോമ്പിനേഷൻ, അതിൽ വെച്ചിട്ടാണ് സിനിമ മുമ്പോട്ട് പോകുന്നത്. അവർ തമ്മിലുള്ള തർക്കങ്ങളും കാര്യങ്ങളും ലൈഫിനെ കുറിച്ചുള്ള പ്രശ്നങ്ങളും ഡിസ്കഷനും, ഇതാണ് സംഭവം. അധികം ക്യാരക്ടേഴ്സിലെ മിനിമൽ ക്യാരക്ടേഴ്സ് വെച്ചാണ് ഈ സിനിമ പോകുന്നത്. അതും കൂടുതലും ലൊക്കേഷൻ ആ വീടാണ്. ആ വീടിനുള്ളിൽ ഇത്രയും ഭംഗിയായിട്ട്, അതും ഹൊറർ എലമെന്റ് എന്നൊക്കെ പറഞ്ഞ ഒരു സീനൊക്കെ ഉണ്ട്. മറ്റേ ലൈറ്റ് ഓഫ് ചെയ്യുമ്പോൾ ഒരു ഇതൊക്കെ പോകുന്ന ഒരു സീൻ, അതിപ്പോ ആലോചിക്കുമ്പോഴും എനിക്ക് പേടിയാണ്. അമ്മാതിരി ഒരു സീനാണ്. എന്റെ ഒരു സങ്കടം വെച്ചാൽ ഈ സിനിമ തിയേറ്ററിൽ ഇറങ്ങിയില്ല. തിയേറ്ററിൽ ഇറങ്ങിയിരുന്നെങ്കിൽ ഉറപ്പായിട്ടും ക്ലിക്ക് ആവുന്ന സിനിമയായിരുന്നു. അല്ലെങ്കിൽ ഓൾമോസ്റ്റ് പുറത്തുള്ളവരെല്ലാരും കണ്ട് അപ്രീഷിയേറ്റ് ചെയ്ത സിനിമയാണ് നീ ഇപ്പൊ എന്തായാലും ഇപ്പോ ഈ രാഹുൽ ഇത് പറഞ്ഞ നേരം കൊണ്ട് പുള്ളി തന്നെ 2024 ഇറങ്ങിയ ഒരു സിനിമ ഉണ്ട് പുള്ളിയുടെ തന്നെ ആയിട്ടുള്ള, അറിയാലോ, മമ്മൂട്ടിയുടെ. ഇപ്പൊ നമ്മ IMDb എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ കഴിഞ്ഞ 2024 ഇറങ്ങിയ ഏറ്റവും പേടിപ്പിക്കുന്ന സിനിമകളിൽ 10 സിനിമകളിൽ 3-ാം സ്ഥാനത്തെങ്ങാണ്ടും വന്നിരിക്കുന്നതായിരുന്നു ഭ്രമയുഗം. അത്
ഒരു വല്ലാത്തൊരു സിനിമ തന്നെയായിരുന്നു. ഓ അതെന്ന് വെച്ച് കഴിഞ്ഞാല് ഇത് പറഞ്ഞ പോലെ ഈ ഭൂതകാലം പറഞ്ഞ പോലെ തന്നെ അധികം ക്യാരക്ടർ ഇല്ല. ആകെ മൂന്ന് ക്യാരക്ടറേ ഉള്ളൂ. മമ്മൂട്ടി, അർജുൻ, അർജുൻ അശോകൻ, പിന്നെ സിദ്ധാർത്ഥ. ഈ 3 പേര് വെച്ചിട്ടാണ് ഈ സിനിമ കൊണ്ടുവന്നത്. അതും ഇതിലെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കും മമ്മൂട്ടിയുടെ ആക്ടിങ്ങും എല്ലാരും വെറുതെ ഞങ്ങളുടെ മുൻമൂലയെ നിർത്തുന്ന പറയില്ലേ, നിർത്തുന്ന പോലെ തന്നെ നമ്മളൊരു പേടിപ്പിച്ചിട്ടുള്ള അറ്റ്മോസ്ഫിയർ ആണ്. ഇതിന്റെ മെയിൻ സംഭവം എന്ന് വെച്ചാൽ ഡയറക്ടർ ചെയ്തൊരു സംഭവം ഉണ്ട്. സിനിമ മൊത്തം ബ്ലാക്ക് ആൻഡ് വൈറ്റിലാണ്. അതാണ് ഏറ്റവും വലിയ റിസ്ക്. ബ്ലാക്ക് ആൻഡ് വൈറ്റില് മനുഷ്യരെ പേടിപ്പിക്കുക എന്ന് പറയുന്നത് ഭയങ്കര റിസ്ക് ഉള്ള പണിയാണ്. അതും കുറച്ച് കഴിയും. ഇയാൾ ഇതിനു വേണ്ടി ട്രെയിൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് ഒരു വൺ ലൈൻ സ്റ്റോറി പറയാൻ പറഞ്ഞു കഴിഞ്ഞാല് ഇപ്പൊ ഒരു ഈ അടിമ ഇതിൽ നിന്നിട്ട് രക്ഷപ്പെട്ടു വരുന്ന ഇത് ശരിക്കും പറയുന്ന കാലഘട്ടം പറയുന്നില്ല. പഴയ കാലഘട്ടമാണ്, പക്ഷെ ആ കാലഘട്ടം ഏതാണെന്ന് പറയുന്നില്ല. കാരണം അതിനകത്ത് ലാസ്റ്റ് ഇവര് വരുന്ന പോർച്ചുഗീസുകാര് അവര് ഇങ്ങോട്ടേക്ക് വരുന്ന ഇത് കാണിക്കുന്നുണ്ട്. ബ്രിട്ടീഷ് അല്ല, പോർച്ചുഗീസ് 90s അല്ല, അതിനു മുമ്പായിരുന്നു. 1800 ആ കാലഘട്ടങ്ങളിലാണ് വരുന്നത്. ആ കാലഘട്ടങ്ങളാണ്. അപ്പൊ ആ സമയത്താണ് ഇവര് കാലഘട്ടം കറക്റ്റ് ആയിട്ട് പറയുന്നില്ല. സംഭവം പുള്ളി അവിടെ രക്ഷപ്പെട്ടിട്ട് ഒരു ഇതിലോട്ട് വന്നേക്കണാണ്. ഒരു കൊട്ടാരം പോലത്തെ ഒരു ചെറിയൊരു തറവാട്ടിലോട്ട് വന്നേക്കാണ്. ആ തറവാട്ടിൽ ഉള്ള ഒരു അവിടെയാണ് ആ സസ്പെൻസ് ഇരിക്കുന്നത്. മമ്മൂട്ടി സിനിമയിൽ ആരാണ്, അതാണ് സിനിമയിലെ സസ്പെൻസ്. ഇത് അവിടെ നിന്നാണ് ഇതിലെ ഹൊറർ. ഇതിൽ മെയിൻ ആയിട്ട് പറഞ്ഞ സിദ്ധാർത്ഥ് പുള്ളിന്റെ അടുത്ത് ആദ്യം തന്നെ പറയുന്നുണ്ട് ഇവിടുന്ന് പോവാൻ. പക്ഷെ അത് നമുക്ക് ആദ്യം കാണുമ്പോൾ നമുക്ക് ഇയാളെന്ത് ഇങ്ങനെ പെരുമാറണം എന്നുള്ള രീതിയിലാണ്. അത് സിദ്ധാർത്ഥ ഒരു വില്ലനാണെന്നുള്ള രീതിയിലാണ് ഫസ്റ്റ് നമുക്കല്ല. പക്ഷേ പിന്നെ നമുക്ക് മനസ്സിലാവും സിദ്ധാർത്ഥ് പറയാൻ കാരണം എന്താണ്. പിന്നെ ഉള്ളത് ട്വിസ്റ്റ് ആൻഡ് ടേൺ ആണ് സിനിമ മൊത്തം. നമ്മൾ സ്പോയിൽ ചെയ്യാണ്ടിരിക്കുന്ന നല്ലത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. പിന്നെ അടുത്തത് എന്റെ രണ്ടാമത്തെ പിക്ക് എന്ന് പറയുന്നത് ശരിക്കും നാലാമത്തെ എന്റെ രണ്ടാമത്തെ സിനിമ. നീ കണ്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. കാരണം ചെറുപ്പം എന്ന് പറഞ്ഞാൽ കുറച്ച് ഒരു 9 പഠിക്കുന്ന സമയത്താണെന്ന് തോന്നുന്നു. അല്ല 10 തോന്നുന്നു. ആ സമയത്ത് ഇറങ്ങിയ ഒരു സിനിമ വിന്റർ എന്ന് പറഞ്ഞിട്ട്. നമ്മുടെ ജയറാം ദീപു കരുണാകരൻ എന്നൊരു ഡയറക്ടർ ഉണ്ട്. നമ്മുടെ ഈ കരിങ്കുന്നൊക്കെ എടുത്തിട്ട് ആ ഡയറക്ടറാണ് പുള്ളിയുടെ. ഞാൻ നേരത്തെ പറഞ്ഞ ഒരു കോൺസെപ്റ്റ് ആണ്. പേടിപ്പിക്കാൻ നമുക്ക് പ്രേതം വേണമെന്നില്ല. അത്രയും ഗംഭീരമായിട്ടാണ് പടം ചെയ്തിരിക്കുന്നത്. പടം ഒരു ഡോക്ടറാണ്. പുള്ളിക്കാരൻ ഒരു ഡോക്ടറാണ്, ന്യൂറോളജിസ്റ്റ് ആണ്. പുള്ളിക്കാരനൊരു എന്താ പറയാ, അയാള് സിറ്റിയിൽ ജീവിച്ചിരുന്നത്. അപ്പൊ അതിൽ നിന്ന് മടുത്തിട്ട് പുള്ളി ഒരു വീട് എന്താ പറയാ ഔട്ട്സ്കേർട്സിൽ എടുത്തിട്ട് അവിടെ താമസിക്കാൻ വേണ്ടി വരികയാണ്. ഫാമിലി ആയിട്ട് 2 മക്കളുള്ളൂ. 2 മക്കളായിട്ട് ഭാര്യ ഭാവനയാണ് അവിടെ താമസിക്കാൻ വരുന്നത്. അപ്പൊ ഒരു വലിയൊരു വീട്ടിലാണ് താമസിക്കാൻ വരുന്നത്. ഈ വലിയ വീട് അതിനുള്ളിൽ ചുറ്റിപ്പറ്റിയിട്ടുള്ള ഇതുമായിട്ടാണ് ഹൊറർ എലിമെന്റ്സ് വെച്ചിട്ടാണ് പടം മുമ്പോട്ട് പോകുന്നത്. അതും നമ്മൾ വിചാരിക്കുന്ന പോലെ ഒന്നല്ല. മ്യൂസിക്കും പടം ചെയ്തു വെച്ചേക്കുന്ന ഒരു തീം ഉണ്ടല്ലോ, അത് വെച്ചിട്ടും കുറേ നമ്മളെ നെട്ടിക്കും. ക്ലൈമാക്സ് ഒരു വമ്പൻ ട്വിസ്റ്റും ഉണ്ടാവും. അത് ഈ അവരെ ആ വീടിലൊരു പാസ്റ്റ് ഉണ്ട്. ആ പാസ്റ്റ് വെച്ചാണ് ആൾക്കാർ അവിടെ ഉള്ള ലോക്കൽസ് ജയറാമിനെ പേടിപ്പിക്കുന്നത്. അതുകൂടാതെ ജയറാമിന്റെ മൂത്ത മകൾക്ക് ഒരു ചെറിയൊരു പ്രശ്നമുണ്ട്, ഡിപ്രഷൻ പോലെ ഒരു ചെറിയൊരു പ്രശ്നമുണ്ട്. അപ്പൊ അവളെ എനിക്ക് ഇത് കൂടുതൽ ബാധിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ജയറാം ഇതിന്റെ പാസ്റ്റ് അന്വേഷിച്ചു പോകുന്നുണ്ട്. അതാണ് ത്രൂ ഔട്ട് സിനിമയുടെ കഥ. ക്ലൈമാക്സിലേക്ക് ഒരു ട്വിസ്റ്റ് ഉണ്ട്. അത് പ്രേതം എന്ന് പറഞ്ഞ കോൺസെപ്റ്റിന് അപ്പുറം നമുക്ക് എങ്ങനെ പ്രവർത്തിച്ച് പേടിപ്പിക്കാം. അതിലെനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടു. അതുകൊണ്ടാണ് ഞാൻ ഇതിനെ ചൂസ് ചെയ്യാൻ കാരണം. നല്ല ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട് ജയറാം. ക്ലൈമാക്സ് ഒക്കെ അടിപൊളിയായിട്ടാണ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇത് ടോപ്പ് 5 എനിക്ക് ഇഷ്ടപ്പെട്ട മൂവീസിൽ ഞാൻ ചൂസ് ചെയ്തത്. ഒരുപാട് സിനിമകൾ ഞാൻ കണ്ടിട്ടുണ്ടെങ്കിലും ഇതാണ് എനിക്ക് അതിൽ ചൂസ് ചെയ്യാൻ തോന്നിയത്. സോ എന്റെ ലിസ്റ്റിൽ നാലാമത്തേത് എന്റെ രണ്ടാമത്തേതായിട്ടുള്ളത് വിന്റർ ആണ്. പിന്നെ നമുക്ക് രണ്ടുപേർക്കും ഒരേപോലെ ഇഷ്ടപ്പെട്ട ഒരു ത്രില്ലർ സൈക്കോളജിക്കൽ മൂവിയും കൂടിയാണ്, ഡ്രാമയാണ്. അത് മണിച്ചിത്രത്തായി 1993 ഇറങ്ങിയ ഫാസിൽ സിനിമയാണ്. അതിപ്പോ ആരോടും പറയേണ്ട ഗംഭീര എക്സ്പീരിയൻസ് ആണ്. എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു സിനിമ ഉണ്ട്. കാരണം പ്രേതം അല്ലെങ്കിൽ എന്താ പറയാ ജംസ്കേഴ്സ് അതൊന്നും വെച്ചല്ലാതെ സിംപ്ലി സൈക്കോളജി വെച്ചിട്ട് നമ്മളെ പേടിപ്പിക്കുക എന്ന് പറഞ്ഞൊരു അതൊരു ഗംഭീര വിഷ്വൽ ട്രീറ്റ് ആയിരുന്നു ആ സിനിമ. ഇത് സംഭവം എന്ന് വെച്ചാല് ഹീറോനെക്കാളും ഏറ്റവും പ്രാധാന്യമുള്ളത് ശോഭനന്റെ കഥാപാത്രത്തിനാണ്. കാരണം പുള്ളിക്കാരത്തെയാണ് തൊട്ടക്ക് മുതൽ അവസാനം. ഇതിൽ ഹീറോ എന്ന് പറഞ്ഞ ക്യാരക്ടർ വരുന്നത് തന്നെ ഫസ്റ്റ് ഹാഫ് തീരാൻ നമുക്ക് ഹീറോ ആയിട്ട് കൂട്ടാൻ പറ്റില്ല. ഹീറോ എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ പോലെ വരുന്നത് ഫസ്റ്റ് ഹാഫ് പകുതിയാവുകയാണ്. നമുക്ക് വേണമെങ്കിൽ സുരേഷ് ഗോപിനെ ലീഡായിട്ട് മോഹൻലാൽ ഒരു ക്യാരക്ടറാണ്. പക്ഷെ എന്താ പറയാ, ഇപ്പൊ പ്രേതം നമ്മള്
പടം ഒരുവിധം എല്ലാവരും കണ്ടിട്ടുണ്ടാവും, അതുകൊണ്ട് സ്പോയിൽ ചെയ്യാൻ കുഴപ്പമില്ലാന്ന് തോന്നുന്നു. കാരണം പടം തുടങ്ങി നമ്മളൊരു സെക്കൻഡ് ഹാഫ് തീരുന്നത് നമ്മളെ മനസ്സിൽ പ്രേതമുണ്ട്, പ്രേതമാണ് ഇതൊക്കെ, ഇതെല്ലാം പ്രേതത്തിനെ കൊണ്ടാണ് ചെയ്യിക്കുന്നത്, പ്രേതമാണ് ഈ ബാധ കൂടിയിട്ട് ഇവരാരെയും കൊണ്ട് ചെയ്യിക്കുന്നതാണ്. അവസാനം ക്യാരക്ടർ റിവീലായി കഴിഞ്ഞിട്ട് മോഹൻലാലിന്റെ ഒരു എക്സ്പ്ലനേഷൻ കൊടുക്കും. എന്റെ മലയാളത്തിൽ നമ്മൾ ഇതുവരെ കാണാത്തൊരു ഈ എക്സ്പ്ലനേഷൻ. സിനിമ നമ്മ ഒരു 10-20 പ്രാവശ്യം കണ്ടിട്ടുള്ള ആൾക്കാരാണ് നമ്മൾ. പക്ഷെ ഏറ്റവും കുറവാണ്. നമ്മ സിനിമ കാണാൻ നേരത്ത് നമുക്കറിയാം ഇന്ന സംഭവിക്കും, പക്ഷെ നമ്മപ്പോഴും ഒരു അതിശയം പോലെ എക്സൈറ്റഡ്. ഇപ്പോഴും ആ സിനിമയിൽ ഉള്ളിലുള്ള കുറെ കാര്യങ്ങൾ മിക്കവർക്ക് അറിയില്ല. എല്ലാവരും ചോദിക്കുന്നുണ്ട്, മറ്റേ ശോഭന മറ്റേ കല്ലെറിയുന്ന സീനില്ല, അത് ആ സീനൊക്കെ ഇങ്ങനെ ഇതാക്കി അതൊക്കെ ചെറിയ ഡൗട്ടുള്ളതാണ്. ഇത് ഡീറ്റെയിൽ അങ്ങനെ കുറെ ഡൗട്ട് ഇപ്പോഴും ആൾക്കാർക്കുണ്ട്. ഒരു 10-20 തവണ കണ്ടാൽ അതൊന്നും നമുക്ക് ആർക്കും ക്ലിയർ ആവും. അതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ആ സമയത്ത് അത് അങ്ങനെ ചെയ്തിട്ടാണ് പുള്ളി ഹിഡൻ ഡീറ്റെയിൽസ് തപ്പി നടക്കുന്ന ആൾക്കാരുണ്ട്. സോ നമ്മുടെ 5ാമത്തെ പിക്ക് മണിച്ചിത്രത്താഴാണ്. സോ ഞങ്ങൾ ഈ 5എണ്ണം വെച്ച് നിർത്തുകയാണ് തൽക്കാലം. ഒരുപാട് മൂവീസ് ഉണ്ട്, പക്ഷെ ഇതിപ്പോ പറയാനുള്ള സമയം നമുക്കില്ല, അതുകൊണ്ടാണ് പതിയെ പതിയെ വീഡിയോസ് ഇനി വരുന്നതായിരിക്കും. സോ നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്. ബൈ. ബൈ.